ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ നികുതി മാറ്റങ്ങൾ കാരണം നമ്മുടെ ഇന്ത്യൻ വിപണി ഇടിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കാൻ ആരംഭിക്കുന്നത് ഉചിതമാണോ എന്ന് പലർക്കും സംശയമുണ്ടാകാം. നമ്മളൊരു കുറച്ച് കാലം മുൻപ് എടുത്തതിനല്ല, അതായത് കൊറോണ ടൈമിലേക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. പിന്നീട് 2-3 വർഷങ്ങൾ കൊണ്ട് അത് നല്ല രീതിയിൽ മുന്നേറിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഡൗൺ ആയ ഒരു സമയവും നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായി കണ്ട് നമ്മൾ അതിന് തയ്യാറാവണം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടരുത്. നമ്മൾ നിക്ഷേപിച്ച പണത്തിന് നല്ലൊരു റിട്ടേൺ സാധ്യത ഉണ്ടാവണം. നമ്മൾ നിക്ഷേപിച്ച ആ ഒരു പണത്തിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന് നമുക്ക് ടാക്സ് ഉണ്ടാവരുത് എന്നിങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അത്തരം ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു നിക്ഷേപ സാധ്യതയുമായിട്ട് ഇപ്പോൾ കാനറ HSBC ലൈഫ് എത്തിയിട്ടുണ്ട്. കാനറ ബാങ്കിൻ്റെയും പിന്നെ HSBC ലൈഫിൻ്റെയും അതുപോലെ ഇവരുടെയൊക്കെ ഷെയർ ഹോൾഡറായിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും സംയുക്ത സംരംഭമാണ് ഈ കാനറ HSBC ലൈഫ്. അപ്പോൾ കാനറ HSBC ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാസം ഒരു 2000 രൂപ എന്ന തോതിൽ ഇതിൽ നിക്ഷേപിക്കാം. ഈ വരുന്ന ഏപ്രിൽ 20 വരെയാണ് നമുക്കിതിൽ നിക്ഷേപിക്കാൻ കഴിയുക. അപ്പോൾ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു NFOയിൽ നമുക്ക് NA വില 10 രൂപ എന്ന തോതിൽ യൂണിറ്റുകൾ സ്വന്തമാക്കാം. ഇത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നമ്മൾ തുടർച്ചയായിട്ട് 5 അല്ലെങ്കിൽ 10 വർഷം നിക്ഷേപിക്കുന്നു. ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ബാങ്കിനേക്കാൾ കൂടുതൽ റിട്ടേൺ സാധ്യതയുള്ള ഒരു ഫണ്ടാണിത്. IRDA റെഗുലേറ്റ് ചെയ്യുന്നൊരു ഫണ്ടായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് നിക്ഷേപിക്കാം. അത് മാത്രമല്ല ഇത് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡുമാണ്. മാർക്കറ്റിലുള്ള ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഈ 3 സെഗ്മെൻറ്റുകളിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 300 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതിൽ അതാത് കാലഘട്ടങ്ങളിൽ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 50 കമ്പനികളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം ഇവർ നിക്ഷേപിക്കുന്നത്. ഈ നിഫ്റ്റി ആൽഫ 50 എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസ് എടുത്ത് നോക്കിയാലേ അത് 21.2% റിട്ടേൺ നൽകിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇനി ലാസ്റ്റത്തെ 5 വർഷത്തെ പെർഫോമൻസ് ആണ് എടുത്ത് നോക്കുന്നതെങ്കിൽ അത് 31.7% എന്ന ഉയർന്ന നിരക്കാണെന്ന് നമുക്ക് കാണാം. അതായത് ഒരു 10 വർഷം മുന്നേ നമ്മൾ 1 ലക്ഷം രൂപ ഈ ഒരു ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്കത് 6,80,000 തിരിച്ചിട്ടേനെ. അതേസമയം നമ്മൾ അന്ന് ബാങ്കിലാണ് 1 ലക്ഷം രൂപ ഇടണമെങ്കിൽ ഇന്ന് ആ 10 വർഷത്തിന് ശേഷം നമുക്ക് ഒരു 2.5 ലക്ഷം പോലും തികച്ചു കിട്ടില്ല എന്നും കൂടി നമ്മൾ ആലോചിക്കണം. ഇനി ഇവരുടെ തന്നെ ചില മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് കൂടി ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. കാനറ HSBC ലൈഫിൻ്റെ എമർജിംഗ് ലീഡേഴ്സ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് കഴിഞ്ഞ ലാസ്റ്റ് 5 വർഷം നൽകിയിരിക്കുന്നത് 34.4% CAGR റിട്ടേൺ ആണ്. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു ഫണ്ടായിട്ടുള്ള ഇന്ത്യ മൾട്ടി ക്യാപ് ഇക്വിറ്റി ഫണ്ടിലെ അത് കഴിഞ്ഞ ലാസ്റ്റ് 5 വർഷം 23.8% CAGR റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇതുപോലെ വളരെ വലിയൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു ചില ഗുണങ്ങൾ കൂടി ഈ ഒരു ഫണ്ടിൻ്റെ ഉണ്ട്. അതായത് ഫോം 80C പ്രകാരവും 1010D പ്രകാരവും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. വർഷത്തിൽ 2 ലക്ഷം രൂപ വരെ അടയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന റിട്ടേണിന് ടാക്സ് ഉണ്ടാവില്ല. പിന്നെ ഇതുകൂടാതെ നമ്മൾ മാസം തോറും അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. മറ്റൊന്ന് പ്രീമിയം വൈവർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഇതിലുണ്ട്. അതായത് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപകനെങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള പ്രീമിയം എല്ലാം നിക്ഷേപകന് വേണ്ടി കമ്പനി തന്നെ അടയ്ക്കുകയും മെച്യൂരിറ്റി ടൈമിൽ ആ വലിയ മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊന്നും തന്നെ നമുക്ക് മറ്റു ഒരു നിക്ഷേപത്തിലും കാണാനാവില്ല. നമ്മളൊരു ബാങ്കിൽ ക്യാഷ് ഇട്ടാൽ 6-7% നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഈ ഒരു കാലത്ത് അതിനേക്കാൾ വളരെയേറെ റിട്ടേൺ സാധ്യതയുള്ളൊരു ഫണ്ടാണിത്. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു 5 അല്ലെങ്കിൽ 10 വർഷം കൃത്യമായിട്ട് നിക്ഷേപിക്കുന്നു. ശേഷം 15 അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് വളരെ വലിയൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ നമുക്ക് അതിനിടയിൽ എപ്പോഴെങ്കിലും ഫണ്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ പോയിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്തിട്ട് ടോക്ക് ടു എക്സ്പെർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയാളി തന്നെ നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ഇതൊക്കെ ഈ വരുന്ന ഏപ്രിൽ 20 മുമ്പ് തന്നെ ചെയ്യാൻ പ്രത്യേകം നമ്മൾ ഓർക്കുക.